ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊണ്ടതായാണ് വിവരം. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നാണ് കേസുകൾ അവസാനിപ്പിക്കുന്നത്. കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 35 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 21 കേസുകൾ അവസാനിപ്പിച്ച് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കേസുകൾ ഈ മാസം തന്നെ അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. നടിയെ ആക്രമിച്ച കേസും തുടർന്നുണ്ടായ WCC രൂപീകരണവും ആണ് ഹേമ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് നയിച്ചത്. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനായി ഒന്നാം LDF സർക്കാർ ആണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഹേമ, നടി ശാരദ, മുൻ AIS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഒരു വർഷം കൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി വിഷയങ്ങൾ പഠിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷമാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത്. മലയാള സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. സിനിമയിൽ അവസരം നൽകുന്നതിനായി പ്രമുഖ സംവിധായകരും നടന്മാരുമെല്ലാം സ്ത്രീകളെ ചൂഷണം ചെയ്തു എന്ന വെളിപ്പെടുത്തലുകളായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. കമ്മിറ്റിക്ക് മൊഴി നൽകിയ പലരും പിന്നീട് മാധ്യമങ്ങളിലൂടെയും വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. നടന്മാരായ സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, ബാബുരാജ്, സംവിധായകൻ രഞ്ജിത്ത് എന്നിവർക്കെതിരെയും എല്ലാ വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. കമ്മിറ്റിയിൽ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം 35 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ പലതും തുടക്കം മുതലേ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറായിരുന്നില്ല. മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ നോട്ടീസ് പലരും താല്പര്യമില്ല എന്ന മറുപടിയാണ് നൽകിയത്. കോടതി മുഖേനയും നോട്ടീസ് അയച്ചെങ്കിലും കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് പരാതിക്കാരായ സ്ത്രീകൾ മൊഴി നൽകി. ഇതോടെ 25 കേസുകൾ തുടർ നടപടിയും അവസാനിപ്പിച്ച് കോടതിയിലേക്ക് പ്രത്യേക സംഘം റിപ്പോർട്ടും നൽകി. ബാക്കി 14 കേസുകളിലും ഇതേ നിലപാട് മൊഴി നൽകിയവർ ആവർത്തിച്ചതോടെയാണ് ഈ കേസുകളും അവസാനിപ്പിക്കാൻ തീരുമാനമായത്. തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് ഈ മാസം തന്നെ കോടതിയിൽ നൽകും. ഇതോടെ ഹേമ കമ്മിറ്റിയിൽ എടുത്ത എല്ലാ കേസുകളും അവസാനിക്കുന്നു. 2017 നവംബർ 16 പ്രവർത്തനം ആരംഭിച്ച കമ്മിറ്റി മലയാള ചലച്ചിത്ര മേഖലയിലെ ഒന്നിലധികം വനിതാ പ്രൊഫഷണലുകളുമായി കൂടിയാലോചിക്കുകയും ലൈംഗിക പീഡനം, വേതനം, അവസരം നഷ്ടപ്പെടുത്തൽ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ കണക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. കണ്ടെത്തലുകളെ പിന്തുണയ്ക്കുന്ന രേഖകൾ, ഓഡിയോ, വീഡിയോ തെളിവുകൾ എന്നിവ സഹിതം 2019 ഡിസംബറിലാണ് 300 പേജുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മിറ്റിയിൽ സമർപ്പിച്ചത്. കമ്മിറ്റിയുടെ പ്രവർത്തനത്തിനായി ഏകദേശം 1.6 കോടി രൂപയും ചെലവായിരുന്നു. 2024 ഓഗസ്റ്റ് 19 കോടതി വിധിയുടെ പിൻബലത്തിൽ സ്വകാര്യത വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ മറച്ചുവെച്ച് 233 പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്.